ഹലോ. ഇപ്പം മിക്ക പാരൻസും കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഭയങ്കര നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കുന്ന ആൾക്കാരാണ്. ഇപ്പം അവർക്ക് ഏതെങ്കിലും കാരണവശാൽ കുട്ടിക്ക് 4ഓ 5ഓ മാർക്ക് കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി ഫെയിലായി പോവുകയാണെങ്കിലൊക്കെ അവർക്ക് പ്രത്യേകം ട്യൂഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിലൊക്കെ ഒബ്സർവ് ചെയ്യുന്ന, അതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്ന പാരൻസാണ് ഇപ്പോൾ കൂടുതലുള്ളത്. പ്രത്യേകിച്ചും ഈ പഠന വൈകല്യങ്ങൾ അല്ലെങ്കിൽ ലേണിംഗ് ഡിസേബിലിറ്റി എന്നുള്ള ടൈപ്പ് ഏതൊക്കെയാണ്, അത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ കുട്ടിക്കുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന പാരൻസ് ആണ്. പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക പാരൻസിന്റെ അടുത്തൊന്നും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേണിംഗ് ഡിസേബിലിറ്റീസ് ഒന്നുമില്ല. പിന്നെ എൻ്റെ കുട്ടിക്ക് എന്തുകൊണ്ടാണ് മാർക്ക് കിട്ടാത്തത്? മേ ബി അവൻ പഠിക്കാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും, അല്ല അവൻ ശ്രദ്ധിക്കാനിട്ടായിരിക്കും, ഇനഫ് അറ്റൻഷൻ കൊടുക്കാത്തതുകൊണ്ടായിരിക്കും, ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ കളിച്ചിരിക്കുന്നുണ്ടാവുമായിരിക്കും എന്നൊക്കെ വിചാരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് ട്യൂഷൻ കൊടുക്കുക, കുറെ ട്യൂഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ രാവിലെ ഭയങ്കര സുബഹിക്കൊക്കെ എണീച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ വിശ്വസിച്ചിട്ട് കുട്ടികൾക്ക് ഭയങ്കര ബണ്ടിൽ ഓഫ് ഹോം വർക്ക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പ്രവണത പാരൻസിന്റെ ഭാഗത്തുനിന്നും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും കാണപ്പെടാറുണ്ട്. സോ ആദ്യം പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു മേജർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ലേണിംഗ് ഡിസേബിലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. എല്ലാ കുട്ടികളും ഒരേപോലെ പഠിക്കുന്നവരും എല്ലാം പഠിക്കാൻ കഴിവുള്ളവരും ആവണമെന്നില്ല. അതുകൊണ്ട് ചില കുട്ടികൾക്ക് എത്ര തന്നെ ഇപ്പോൾ ക്ലാസ്സിൽ നോർമലി ഉള്ള ടീച്ചിങ്, ഇനി ട്യൂഷനിലാണെങ്കിലും നോർമലി ഉള്ള ടീച്ചിങ് അവർക്ക് ഇനഫ് ആവണമെന്നില്ല. ചില കുട്ടികൾക്ക് അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് കരുതിയിട്ട് അവർക്ക് പഠന വൈകല്യം ഉണ്ടാവണം എന്നുമില്ല. ഓക്കെ, ഒരു സ്ലോ ലേണേഴ്സ് ആയിരിക്കും ചിലപ്പോൾ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എക്സ്ട്രാ അറ്റൻഷൻ വേണം എന്ന് കരുതിയിട്ട് അവർക്കൊരു ഇൻഡിവിജ്വലൈസ്ഡ് ട്യൂഷൻ ഒരു നോർമൽ ടീച്ചർ എടുക്കുന്നതായിരിക്കില്ല അവർക്കുള്ള ഒരു കറക്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അവർക്ക് ആ ഒരു കുട്ടിക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു റെമഡിയൽ ട്രെയിനറോ ആ കുട്ടിക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതായിരിക്കും മേ ബി ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ കുട്ടിക്ക് ഭാരമില്ലാത്ത രീതിയിൽ കുട്ടിനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ടാസ്കുകൾ കൊടുത്തിട്ട് കുട്ടിനെ ആ ഏത് ലെവലിലാണോ കുട്ടി നിൽക്കുന്നത് ആ ലെവലിൽ നിന്നിട്ടും അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ വേണം അങ്ങനത്തെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്.